ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഉണക്ക ചെമ്മീനും മാങ്ങയും തേങ്ങയും ഇട്ടിട്ടുള്ള നല്ലൊരു നാടൻ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ വീഡിയോ കണ്ടാലോ? അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. അതിനാവശ്യമായിട്ട് ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പച്ച മാങ്ങയായിരിക്കണം. പിന്നെ പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒന്നെടുത്താൽ മതിയാവും. അപ്പോൾ പിന്നെ ഇതിന്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ തൊലി കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കി റെഡിയാക്കി വെക്കാം. പിന്നെ ഒരു പാനിലോട്ടേക്ക് കുറച്ച് വറ്റൽമുളക് ഞാൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യം എത്രയാണോ അത്ര മുളക് എടുത്താൽ മതി. ഞാൻ ഒരു 5 മുളകാണ് എടുത്തിട്ടുള്ളത്. മുളക് ഒന്ന് ചൂടായാൽ മതി, അധികം കരിഞ്ഞു പോകരുത്. പിന്നെ ഇതിന് ആവശ്യമായിട്ട് ഞാൻ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബൗള് തേങ്ങ, പിന്നെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കരിവേപ്പിലയും, പിന്നെ ഉണക്ക ചെമ്മീന്, പിന്നെ ഇഞ്ചിയും കുറച്ച് ചെറിയ ഉള്ളിയും, ഒരു 6-7 ചെറിയ ഉള്ളിയും അത് എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ചമ്മന്തി അരച്ച് എടുക്കാൻ പറ്റും, എളുപ്പത്തിൽ ആവും. അപ്പോൾ ഉണക്ക ചെമ്മീന് ഒരു 3/4 ബൗൾ എടുക്കാം. ഞാൻ എത്ര എടുത്തിട്ടുള്ളൂ, അതിന്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ളൂ. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉണക്ക ചെമ്മീൻ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ബൗളിൽ 3/4 ബൗൾ എടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പക്ഷെ ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇനി ഈ ചൂടാക്കിയ ചെമ്മീനും പിന്നെ ഈ വറ്റൽമുളകും കൂടി ഒന്ന് ചതച്ചു കൊണ്ടുവരാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇനി ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഇതിലോട്ടേക്ക് നമുക്ക് ചേർത്തിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം. ആദ്യം ഞാൻ തേങ്ങ ഇടുവാണേ. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ അതും നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും ചെറിയ ഉള്ളിയും കരിവേപ്പിലയും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾക്ക് ഒന്ന് അരച്ചു കൊണ്ടുവരാം. നൈസായിട്ട് അരയണമെന്നില്ല. ചമ്മന്തി പോലെയല്ലേ നമ്മള് വെള്ളം പോലെയല്ലേ, ലൂസായിട്ടല്ലല്ലോ ഉണ്ടാക്കുന്നേ, ഉരുട്ട് ചമ്മന്തിയല്ലേ. അപ്പൊ പിന്നെ നൈസായിട്ട് അരക്കണം എന്നില്ല. ഇതുപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്കിത് നല്ല ഉരുളയാക്കിയിട്ട് എടുത്തു വെക്കാം. ഈ ചമ്മന്തി ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ മോരുകറിയും ചോറിന്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. ദോശയ്ക്കും കൂടി നമുക്ക് എടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ പിന്നെ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ അടുത്ത നല്ല വീഡിയോയുമായി അടുത്ത് തന്നെ കാണാവേ. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.